ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 13. പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ. ശ്ലോകം 1. അർജുന ഉവാച പ്രകൃതിം പുരുഷം ചൈവ ക്ഷേത്രം ക്ഷേത്രജ്ഞമേവ ച ഏതദ്വേദിതുമിച്ഛാമി ജ്ഞാനം ജ്ഞേയം ച കേശവ. ശ്ലോകം 2. ശ്രീ ഭഗവാനുവാച ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ ഏതദ്യോ വേത്തി തം പ്രാഹു ക്ഷേത്രജ്ഞാ ഇതി തദ്യുതഃ. വിവർത്തനം. അർജുനൻ പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട കൃഷ്ണ, പ്രകൃതി, പുരുഷൻ, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനം, ജ്ഞാനത്തിന് വിഷയീഭവിക്കുന്നത്, ഇവയെക്കുറിച്ചെല്ലാം അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, കുന്തിപുത്ര, ഈ ശരീരം ക്ഷേത്രമെന്ന് പറയപ്പെടുന്നു. ഇതിനെ അറിയുന്നവൻ ക്ഷേത്രജ്ഞനുമത്രേ. ഭാവാർത്ഥം: പ്രകൃതി, പുരുഷൻ, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനം, ജ്ഞാനവിഷയം എന്നിവയെക്കുറിച്ചറിയാൻ ആഗ്രഹിക്കുകയാണ് അർജുനൻ. ഈ ശരീരമാണ് ക്ഷേത്രമെന്ന് പറയപ്പെടുന്നത്, അതിനെ അറിയുന്നവൻ ക്ഷേത്രജ്ഞനും എന്ന് ഭഗവാൻ ഉത്തരം നൽകുന്നു. ബദ്ധനായ ആത്മാവിൻ്റെ കർമ്മവേദിയാണ് ശരീരം. ബദ്ധ ജീവാത്മാവ് ഭൗതികതയിൽ കുടുങ്ങിക്കിടക്കുന്നു. ആ ഭൗതിക പ്രകൃതിയെ കീഴടക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ പ്രകൃതിക്കുമേൽ ആധിപത്യം സ്ഥാപിക്കാൻ എത്രമാത്രം കഴിവുണ്ടെന്നതിനെ ആശ്രയിച്ച് അയാൾക്കൊരു കർമ്മവേദി ലഭിക്കും. ആ പ്രവർത്തന മണ്ഡലമാണ് ശരീരം. എന്താണ് ശരീരം? ശരീരം ഇന്ദ്രിയങ്ങളാൽ നിർമ്മിക്കപ്പെട്ടവയാണ്. ബദ്ധനായ ജീവാത്മാവ് ഇന്ദ്രിയ തൃപ്തിക്കു വേണ്ടി ആഗ്രഹിക്കുന്നു. ഇന്ദ്രിയ സുഖങ്ങളെ അനുഭവിക്കാനുള്ള കഴിവിനനുസരിച്ച് അയാൾക്കൊരു ശരീരം അഥവാ പ്രവർത്തന മേഖല ലഭിക്കുന്നു. അതുകൊണ്ടാണ് ശരീരത്തെ ക്ഷേത്രം അഥവാ ബദ്ധജീവാത്മാവിൻ്റെ കർമ്മവേദി എന്ന് പറയുന്നത്. താൻ ശരീരമാണെന്ന് വിചാരിക്കുന്നവനാണ് ക്ഷേത്രജ്ഞൻ അഥവാ ക്ഷേത്രത്തെ അറിയുന്നവൻ. ക്ഷേത്രവും ക്ഷേത്രജ്ഞനും അഥവാ ശരീരവും ശരീരത്തെ അറിയുന്നവനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ പ്രയാസമില്ല. ബാല്യം മുതൽ വാർദ്ധക്യം വരെ ഏതൊരാളുടെയും ശരീരത്തിന് വിവിധ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്നാലും അയാൾ അതേ വ്യക്തിയായി തന്നെ ഇരിക്കുന്നു. ഇതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്രകാരം പ്രവർത്തന മണ്ഡലത്തിനും അതിനെ അറിയുന്നവനും തമ്മിൽ വ്യത്യാസമുണ്ട്. താൻ ശരീരത്തിൽ നിന്ന് ഭിന്നനാണെന്ന് ഉപാധിബദ്ധനായ ഒരു ജീവാത്മാവിന് ഇങ്ങനെ മനസ്സിലാക്കാം. ഇത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ദേഹിനോസ്മിൻ എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൽ ജീവസത്ത ശരീരത്തിൽ കുടികൊള്ളുന്നുവെന്നും ശരീരം ശൈശവത്തിൽ നിന്ന് കൗമാരത്തിലേക്കും പിന്നെ യൗവനത്തിലേക്കും ക്രമേണ വാർദ്ധക്യത്തിലേക്കും കടക്കുന്നു എന്നും വ്യക്തമാക്കുന്നുണ്ട്. ശരീരത്തിൻ്റെ ഉടമ ഈ മാറ്റങ്ങളെ അറിയുന്നുണ്ട്. ഉടമസ്ഥൻ തന്നെയാണ് ക്ഷേത്രജ്ഞൻ. ഞാൻ സന്തുഷ്ടനാണ്, ഞാൻ പുരുഷനാണ്, ഞാൻ സ്ത്രീയാണ്, ഞാൻ ഒരു നായയാണ്, പൂച്ചയാണ്, ഇങ്ങനെയെല്ലാം ഒരു വേള നാം ചിന്തിക്കുന്നു. ഇതെല്ലാം ക്ഷേത്രജ്ഞൻ്റെ ശാരീരികമായ ഉപാധികളാണ്. ക്ഷേത്രജ്ഞൻ ശരീരത്തിൽ നിന്ന് ഭിന്നനാണ്. ഉടുപ്പുകൾ മുതലായ പല പല സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ. എന്നാൽ ഉപയോഗിക്കുന്ന സാധനത്തിൽ നിന്ന് നാം വ്യത്യസ്തരാണെന്ന് നമുക്കറിയാം. അതുപോലെ നാം ശരീരത്തിൽ നിന്ന് വ്യത്യസ്തരാണെന്ന് കുറച്ചൊന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാം. ശരീരമുള്ള ഏതൊരാളും ക്ഷേത്രജ്ഞനാണ്. അയാളുടെ പ്രവർത്തന രംഗമായ ശരീരം ക്ഷേത്രവും. ഭഗവത്ഗീതയുടെ ആദ്യത്തെ 6 അധ്യായങ്ങൾ ക്ഷേത്രജ്ഞനായ ജീവസത്തയെക്കുറിച്ചും ആ ജീവനെ ഏതുവിധത്തിൽ ഭഗവാനെക്കുറിച്ചുള്ള ജ്ഞാനം നേടാൻ സാധിക്കുമെന്നതിനെക്കുറിച്ചും വിവരിക്കുന്നു. ഭക്തിയുത സേവനത്തെക്കുറിച്ചും ഭഗവാനെക്കുറിച്ചും പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള ബന്ധമെന്തെന്നതിനെക്കുറിച്ചും ഭഗവത്ഗീതയിലെ നടുവിലുള്ള 6 അധ്യായങ്ങൾ പ്രതിപാദിക്കുന്നു. പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണന്റെ സമുത്കൃഷ്ടതയും ജീവാത്മാവിന് താരതമ്യേനയുള്ള ആശ്രിതത്വത്തെയും എടുത്തുകാട്ടുന്നുണ്ട് ഈ അധ്യായങ്ങൾ. ഏതു പരിതസ്ഥിതിയിലും ഭഗവത് ദ്വിതീയരാണ് ജീവസത്തകൾ.
അത് മറന്നു പോകുന്നത് കൊണ്ടാണ് അവർക്ക് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. സത്കർമ്മങ്ങളാൽ ബോധദീപ്തരാകുമ്പോൾ വ്യത്യസ്ത സാഹചര്യങ്ങൾ അവരെ ഭഗവാനിലേക്ക് നയിക്കുന്നു. ദുഃഖമോ ധനേച്ഛയോ അറിവിനുള്ള ആഗ്രഹമോ ജിജ്ഞാസയോ ഒക്കെ ആകാം ഈ സാഹചര്യങ്ങൾ. അതും വിവരിച്ചിട്ടുണ്ട്. 13-ാം അധ്യായം മുതൽക്കുള്ളവയിൽ ജീവസത്തയ്ക്ക് ഭൗതിക പ്രകൃതിയുമായി ബന്ധമുണ്ടാകുന്നതെങ്ങനെയെന്നും പലവിധം ഫലോദിഷ്ട കർമ്മങ്ങളിലൂടെയും ജ്ഞാനാർജനത്തിലൂടെയും ഭക്തിഭരിതമായ സേവനത്തിലൂടെയും ഭഗവാൻ മുഖേന ജീവന് മോചനം കിട്ടുന്നതെങ്ങനെയെന്നുമാണ് പ്രതിപാദിക്കുന്നത്. ഭൗതിക ശരീരത്തിൽ നിന്ന് തികച്ചും ഭിന്നനാണ് ജീവസത്ത എങ്കിലും എങ്ങനെയോ അത് ശരീരവുമായി ബന്ധപ്പെട്ടു പോകുന്നു. ഇതും വിശദീകരിക്കപ്പെടുന്നുണ്ട്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.